ഹീറോ, ജീവിതത്തിൽ സീറോ ആയതല്ല ആക്കിയതാണ്. ആര്? ലഹരി തന്നെ. നടൻ ഷൈൻ ടോം ചാക്കോയുടെ ഒട്ടും നിഷ്കളങ്കമല്ലാത്ത ചില ലീലാവിലാസങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. പുരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കൂട്ടിയിട്ട് കത്തിച്ചതാണോ? സിനിമാ മേഖലയിൽ നിന്ന് അടുത്തൊരു പരാതി കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോ ഇവിടെ പല താരങ്ങളുടെയും നെഞ്ചൊന്ന് കിടുങ്ങും. അങ്ങനെയാണല്ലോ ചരിത്രം. ബട്ട് ഇത്തവണ ഒരു നടനെതിരെയാണ് പരാതി. ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദി മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ, പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ, മോശം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട്. സിനിമ സെറ്റിൽ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഒരു നോയ്സ് സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. ഇത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് താല്പര്യമില്ല. ഞാൻ എടുക്കുന്ന തീരുമാനമാണത്. സിനിമാ സെറ്റിലെ ലഹരി ഉപയോഗിച്ചിട്ട് നടൻ മോശമായിട്ട് പെരുമാറിയെന്നാണ് വിൻസി അലോഷ്യസിന്റെ ആരോപണം. വിൻസി ഫിലിം ചേംബറിനും സിനിമയുടെ ICCക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഏതായിരിക്കും നടൻ? എത്ര കിട്ടിയാലും പഠിക്കില്ല. ഇതിപ്പോ ലഹരി കേസില് എത്രാമത്തെ വള്ളിക്കെട്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്? സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിക്കുന്നു, നടിയോട് മോശമായി പെരുമാറുന്നു, സംവിധായകനടക്കം പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് മാത്രം പറ്റുള്ളൂട്ടാ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം സിനിമ ചെയ്യില്ല എന്ന് നടി വിൻസി അലോഷ്യസ് നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ വിമർശിക്കാനും കുറെ പേര്. അതങ്ങനെ കുറെ എണ്ണം. എന്തായാലും നടി വിൻസി അലോഷ്യസിന്റെ പരാതിയില് നടൻ ഷൈൻ ടോം ചാക്കോക്കെതിരെ നല്ല അസൽ പണി കിട്ടും. ചേർന്നിട്ട് ശക്തമായ നടപടി, ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങൾ കണ്ടോളൂ, ശക്തമായ നടപടി എടുക്കും. നാളെ നിങ്ങൾ തിരിച്ച് അയാളുടെ ജോലി പോയി ഇയാളുടെ ജോലി പോയി അവിടെ വിലക്ക് ഇവിടെ വിലക്ക് ഉളുക്കുന്നൊന്നും പറഞ്ഞ് വരരുത്. സത്യസന്ധമായി പറയാം, ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും. വിൻസി അലോഷ്യസിന്റെ പരാതി ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് ഡാൻസ് ആഫ് ടീം എറണാകുളം സിറ്റിയിൽ പരിശോധന നടത്തുന്നത്. സമൂഹത്തിൽ ഈ ലഹരി ഉപയോഗമൊക്കെ കൂടുതലല്ലേ, അപ്പൊ പിന്നെ നമ്മൾ പരിശോധന ശക്താക്കണല്ലോ. അങ്ങനെ ഡാൻസ് ആഫ് ടീം എറണാകുളത്ത് ഒരു ഹോട്ടലിൽ പരിശോധന നടത്തുമ്പോ ഒരുത്തിന് ഇറങ്ങി ഓടുന്നു. ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങി ഓടിയതാരാ? അതും ഷൈൻ ടോം ചാക്കോ തന്നെ. വാവ്! ലഹരി ഉപയോഗം എവിടെയായാലും എന്തിനും ഏതിനും ഒരേ ഒരു ഷൈൻ ടോം ചാക്കോ. All the dreams like twinkle stars. ഡാൻസ് ആഫ് ടീമിനെ കണ്ടതും മൂപ്പര് റൂമിലെ ജനൽ വഴി ഊർന്നിറങ്ങി 2ാം നിലയിലേക്ക് ചാടി കണ്ടം വഴി ഓടിമറിഞ്ഞു. എന്തൊക്കെ അഭ്യാസങ്ങളാ ഷൈൻ ടോം ചാക്കോ കാണിക്കണത്. എന്തായാലും നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്തതല്ലേ, അഭിനന്ദിക്കാണ്ട് എങ്ങനെയാ? നിങ്ങൾക്കുള്ള ചായയും പരിപാടിയും ഇവിടുത്തെ എക്സസൈസ് തന്നോളും. സന്തോഷായില്ലേ? അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെൻറ് കാണുന്നത്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉയർന്നു വന്ന പരാതികൾ എക്സൈസ് ഗൗരവമായി തന്നെ പരിശോധിക്കും. അത് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ഓടി, അതിനിപ്പോ എന്താ? ഓരോ ഓടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. ദൃശ്യങ്ങൾ എന്താണ് കൊടുക്കുന്നത്? ഇറങ്ങി ഓടുന്നതിന്റെ ദൃശ്യങ്ങൾ കൊടുത്തു എന്നല്ല പറഞ്ഞത്. റൺ കൊച്ചി എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നിട്ട് പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം? ഓടിക്കോ, ഇഷ്ടം പോലെ ഓടിക്കോ. പക്ഷെ ലഹരി പരിശോധന ടീമിനെ കണ്ടപ്പോ തന്നെ പെട്ടെന്ന് ഓടാനുള്ള ആ ഒരു ത്വര എന്തുകൊണ്ടായിരിക്കും? അതും ഷൈൻ ടോം ചാക്കോടെ ഒരു തമാശയായിരിക്കല്ലേ? സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് നടിയോട് മോശമായി പെരുമാറിയതിനും ഡാൻസ് ആഫ് ടീമിന്റെ പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതിനും ഷൈൻ ടോം ചാക്കോയ്ക്ക് 8ന്റെ അല്ല 16ന്റെ പണി പിന്നാലെ വരുന്നുണ്ട്. ഇതേ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള സിനിമാ മേഖലയിലെ വേറെ കുറെ ആൾക്കാർ ഇതൊക്കെ കാണണ്ടല്ലോ അല്ലേ? ഷൈൻ ടോം ചാക്കോ അവിടെ നിന്ന് പറയണ്ടാവും നിങ്ങളും തയ്പ്പിച്ച് വെച്ചോന്ന്. അപ്പോൾ എല്ലാവരോടും കൂടി നമുക്ക് ലാലേട്ടൻ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ഡയലോഗേ പറയാനുള്ളൂ. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. ഇനി നമുക്ക് ഒരു ഫെസ്റ്റീവ് മൂടാക്കിയാലോ? കൊല്ലം പൂരത്തിന്റെ കുടമാറ്റം നടക്കാണ്. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാം. ഇവിടെ ഒരു തകരാറ് പോലെ. കൊടകളൊക്കെ രസമുണ്ട്, എന്നാലും അതല്ലല്ലോ. ഒന്നും കൂടെ കാണിച്ചേ. വിവേകാനന്ദൻ, സുഭാഷ് ചന്ദ്രബോസ്, അയ്യങ്കാളി, അതുവരൊക്കെ ഓക്കെ. പക്ഷെ അതിന്റെ ഇടയിൽ വേറൊരാളുണ്ടല്ലോ. മറ്റവരൊക്കെ നവോത്ഥാന നായകരല്ലേ? ആരാന്ന് മനസ്സിലായില്ല? അത് മനസ്സിലാവണമെങ്കിലേ സംഘപരിവാറിന്റെ മനസ്സ് വേണം, സംഘശക്തിയുടെ ശക്തി വേണം. RSSന്റെ ഉയരാടോ അത്. RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാർ. മൂപ്പർക്കെന്താ അവിടെ കാര്യം എന്ന് ചോദിക്കരുത്. RSSന് എന്തുമാവാം, എവിടെയും കയറിയിരിക്കാം, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിൽ. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ?
ക്ഷേത്രോത്സവങ്ങളിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നോ കൊടിയോ നേതാക്കളുടെ ഫോട്ടോയോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട്. എന്നിട്ടും ആ നിർദ്ദേശം ലംഘിച്ചിരിക്കുന്നു. നിങ്ങളുടെ ധൈര്യ അപാരം തന്നെ കേട്ടാ. എന്തായാലും ഈ വിഷയത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് അടുത്ത സാധനം ഇറക്കി. പാലക്കാട് നഗരസഭയിലെ നൈപുണ്യ പദ്ധതിക്ക് ഹെഡ് ഗേവാറിന്റെ പേര് കൊടുക്കുന്നു. ഈ സംരംഭത്തെ പ്രതിരോധിക്കുമെന്നല്ല നിങ്ങൾ പറയുന്നത്. ഇങ്ങനൊരു സ്ഥാപനം, ഹെഡ് ഗേവാറിന്റെ പേരിൽ ഇങ്ങനൊരു സ്ഥാപനം പാലക്കാട് ഉയരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന തരത്തിലുള്ള പ്രതിരോധങ്ങളല്ല പ്രതിഷേധങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. ഹെഡ് ഗേവാറിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചപ്പോ തന്നെ നമ്മുടെ ജീമാരാകെ പൊളിഞ്ഞു. പിന്നെ മാർച്ചായി, സംഘർഷമായി, കൊലവിളി പ്രസംഗമായി, അങ്ങനെ ആകെ ബഹളം. നിങ്ങൾ അഹങ്കരിക്കുകയാണ് ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. കാല് മുഴുവൻ ആകാശത്തേക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്. ഞങ്ങളുടെ രാഹുൽ മോനെതിരെ കൊലവിളി പ്രസംഗം നടത്തുന്നോടാന്ന് പറഞ്ഞിട്ട് പിന്നാലെ കോൺഗ്രസിന്റെ വക മാർച്ചും തല്ലും ബഹളവും. പിന്നീട് അങ്ങോട്ട് അടിയോടടിയായിരുന്നു, മൊത്തം ബഹളം. ആദ്യം BJP മാർച്ച് നടത്തുന്നു, പിന്നീട് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു, പിന്നെ BJP കൊലവിളി പ്രസംഗം നടത്തുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ കാലെടുക്കുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ ഈ കാല് കുത്തി കിടക്കുന്നത്. ഇപ്പൊ തലയാ പറയുന്നതെങ്കിൽ തലയങ്ങോട്ട് നീട്ടി വെച്ചു കൊടുക്കും. എന്നാലും മാപ്പ് പറയാൻ പോകത്തില്ല. അഹങ്കാരി. മാപ്പിന്റെ കോപ്പിറൈറ്റ് ഉള്ള ഞങ്ങളുടെ ജീമാരെടുത്ത് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തുട്ട് സ്വഭാവമാണത്? ഒരു നിയമസഭാ സാമാജികനെതിരെ കൊലവിളി നടത്തി, നിങ്ങൾ എല്ലാവരും കണ്ടല്ലേ? നേരെ എത്രയായാലും ഒരു കേസെടുത്തോ? ഇനി ആ വെല്ലുവിളിച്ചവരോട് പറയാ, ഞാൻ പാലക്കാടുണ്ട്, ടൗണിലുണ്ട്, തലയെടുക്കാൻ കൊതിച്ച് നിൽക്കുന്നവർ ഇങ്ങോട്ട് വാ, തലയൊന്ന് എടുത്തു കാണിട്ട്. BJPക്ക് എതിരായിട്ട് ഒരാൾ കമാന്ന് രക്ഷം ഉണ്ടാൽ പാലക്കാട്ടെ പോലീസ് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ആ സ്റ്റേഷനിൽ നിന്നിട്ട് സംസാരിക്കാം. പോലീസ് BJPനെ സഹായിക്കുന്നു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആരോപണം. എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പര് അവിടുത്തെ MLA അല്ലേ, അപ്പൊ നമ്മൾ ആ ഒരു ഇത് കാണിക്കണ്ടേ? അങ്ങനെ പോലീസ് രണ്ടുകൂട്ടരെയും സമാധാന ചർച്ചയ്ക്ക് വിളിച്ചു. BJPയുമായിട്ട് അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടാനില്ല. കോൺഗ്രസിന് അതിന് സൗകര്യമില്ല. ഒന്നോ രാഹുൽ മാങ്കൂട്ടത്തില് അമ്പിനും വില്ലിനും അടുക്കണില്ലല്ലോ. കൊലവിളി പ്രസംഗം നടത്തിയിട്ട് മൂപ്പരെ പേടിപ്പിക്കാന്ന് വിചാരിച്ചായിരുന്നു, അതും പാളിപ്പോയി. എന്തായാലും ഇത്രയും കോലാഹലം ഉണ്ടായതല്ലേ, നൈപുണ്യ കേന്ദ്രത്തിന്റെ പേര് മാറ്റണത് ഇപ്പോഴും ഉറച്ചു നിൽക്കണോ? തർക്കമില്ലല്ലോ, അതിൽ ഒരു പുനർചിന്തനത്തിന്റെ ഒരു ആവശ്യവും വന്നിട്ടില്ല. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ആവശ്യം ഇത്തരത്തിൽ പാലക്കാട് ഒരു പദ്ധതിയും വരരുത്, പാലക്കാട് നന്നാവാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു അജണ്ട. അത് രാഹുൽ മാങ്കൂട്ടമല്ല, ആര് വന്നാലും അത് നടക്കാൻ പോകുന്നില്ല. പാലക്കാട് നരേന്ദ്രമോദി ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഏതാണ്ട് 300 കോടി രൂപ പാലക്കാട് നഗരസഭയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായും പാലക്കാട് നഗരസഭ മുന്നോട്ട് പോകുമെന്ന് യാതൊരു തർക്കവുമില്ല. അതിന് പദ്ധതി വേണ്ടെന്നൊന്നും ആരോടെ പറഞ്ഞില്ലല്ലോ. പദ്ധതിയുടെ പേര് മാറ്റിൽ ശസ്ത്രക്രിയ നടത്താൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ G എന്നിട്ട് കോക്കനട്ടാണ് പറയണത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൊലവിളി പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ജിമാര് ആ പേര് മാറ്റിൽ ശസ്ത്രക്രിയയില് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് ഈ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താവും നമുക്ക് കാത്തിരുന്ന് കാണാം.